നമുക്കറിയാം ഹോർമൂസിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നതൊക്കെ 2 ദിവസമായി. ഒരു ലോക രാജ്യങ്ങളിൽ ഒരു രാജ്യങ്ങൾ പോലും അതിൽ കൂടെ ഒരു ഷിപ്പിംഗ് പോലും കടത്തിവിടാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷേ നമുക്കറിയാം ചൈനയോട് 4 കപ്പൽ ഏകദേശം കടന്നു പോയിട്ടുണ്ട്. ചൈന ആ കടത്തി പോകുന്നതിന് മുമ്പ് 4 താക്കീത് കറക്റ്റായിട്ട് അവർ പറയുന്നത് പച്ച സത്യമാണ്. നമ്മൾ ഓരോ പൗരന്മാർ അറിയേണ്ട കാര്യമാണ്. അതിൽ ഞാൻ 4 ഒന്ന് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ സ്റ്റേ കമ്മിറ്റഡ് ടു ദി പ്രിൻസിപ്പിൾ ഓഫ് ദി പീസ്ഫുൾ കോ എക്സ്റ്റൻസ്. അതായത് ഒരു രാജ്യത്തിൻ്റെ സമാധാനം അത് നിങ്ങളുടെ രാജ്യത്തിനും വേണം, അത് നമ്മളെ രാജ്യത്തിനും വേണം. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം അത് നിങ്ങളുടെ രാജ്യത്തിനും വേണം, അത് ഞങ്ങളുടെ രാജ്യത്തിനും വേണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് നിങ്ങൾ നമ്മുടെ രാജ്യത്തിനെതിരെ ഭീഷണിയാണ് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സ്റ്റേ കമ്മിറ്റഡ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് നാഷണൽ സോവറിറ്റി. അതായത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുന്നതിന് ആ രാജ്യത്തിൻ്റെ അതിർത്തി, ആ രാജ്യത്തിൻ്റെ പ്രോപ്പർട്ടി, ബിൽഡിങ് കാര്യങ്ങൾ ഇതിൽ കയറിയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമ്മളതിലുള്ള അധികാരം ഇതാക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അതും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ സ്റ്റേ കമ്മിറ്റഡ് ടു ദി പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർനാഷണൽ റൂൾ ഓഫ് ലോ. അതായത് ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥ കൊണ്ടുവരുമ്പോൾ അത് എല്ലാ രാജ്യത്തിനും കൂടി സമാധാനമുള്ള ഒരു വ്യവസ്ഥയായിരിക്കണം. നിയമം കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു രാജ്യം നിയമം വെക്കുമ്പോൾ അത് മറ്റുള്ള രാജ്യത്തിൻ്റെ അവകാശമായിട്ട് ഒരിക്കലും കണക്കാക്കപ്പെടരുത്. അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. നാലാമത്തേത് എന്ന് പറഞ്ഞാൽ സ്റ്റേ കമ്മിറ്റഡ് ടു എ ബാലൻസ്ഡ് അപ്രോച്ച് ടു ഡെവലപ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റി. അതായത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സുരക്ഷിതയ്ക്ക് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിൽ ചെന്നിട്ട് ഇടപെടുക, തുല്യമായ ആ ഒരു ഇത് കൊടുക്കാത്ത രീതിയിലുള്ള പെരുമാറ്റം കാര്യങ്ങൾ, പിന്നെ അതിർത്തിയിൽ വീതി കൂട്ടുക, അല്ലെങ്കിൽ മറ്റ് രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുക, ഇതൊന്നും ഈ ഒരു ടൈമിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ചൈന താക്കീതായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്.